ഹായ് ഓൾ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് NIOS പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 3 മൂന്നാമത്തെ ചാപ്റ്ററിലാണ് പറ്റിയാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അറിയാം നമുക്ക് എന്താണ് മൂന്നാമത്തെ ചാപ്റ്ററിന്. ആ ചാപ്റ്ററിൽ എന്തുവാണ് പറഞ്ഞേക്കുന്നത്? സൊസൈറ്റി എന്തോന്നാണ്, നേഷൻ എന്തോന്നാണ്, സ്റ്റേറ്റ് എന്തോന്നാണ്, ഗവൺമെന്റ് എന്തോന്നാണ്. ഈ 4 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ആ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ഗവൺമെന്റ്, അസോസിയേഷൻ ആൻഡ് ഗവൺമെന്റ്, ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. വീക്കെൻഡിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസറിന്റെ മാത്രമായിട്ടൊരു സെക്ഷൻ വെച്ചിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് ഫസ്റ്റ് നോക്കാനായിട്ടുള്ളത് എന്താണ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. എന്താണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ എന്താണ് സൊസൈറ്റി? ആദ്യം നമുക്ക് സ്റ്റേറ്റിനെ പറ്റി അറിയുന്നതിന് മുമ്പ് സൊസൈറ്റിയെ പറ്റി അറിയണം. എന്നാൽ സ്റ്റേറ്റ് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭൂവിഭാഗത്തില് പൊതുവായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങൾ പങ്കിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെയാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ സമൂഹം എന്തോന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ ഒരു പൊതുവായ പ്രദേശത്ത് കുറച്ച് സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങൾ പങ്കിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ, അതായത് വളരെ കുറച്ച് ആയിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങൾ അവരുടേതായിട്ടുള്ള ലാംഗ്വേജില്, അവരുടേതായിട്ടുള്ള സംസ്കാരത്തില്, അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ എന്താണ് ജീവിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സമൂഹം അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ഉള്ള ഒരു കൂട്ടം സമൂഹങ്ങൾ, ഒന്നോ രണ്ടോ മൂന്നോ നാലോ കൂട്ടം സമൂഹങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് ഒരു രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയത് സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സ്റ്റേറ്റ് എന്തെന്ന് അറിയണതിന് മുമ്പ് നമുക്ക് എന്തറിയണം? സൊസൈറ്റി എന്തെന്ന് നമുക്കറിയണം. അപ്പൊ ആദ്യം നമ്മൾ സൊസൈറ്റിയാണ് നോക്കിയത്. എന്താണ് സൊസൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു പ്രത്യേകമായിട്ടുള്ള ഭൂവിഭാഗത്തില് പൊതുവായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങൾ പങ്കിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെയാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ധാരാളം സമൂഹങ്ങൾ ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പൊ രാഷ്ട്രം എന്തോന്നാണ്? ഇങ്ങനെയുള്ള ധാരാളം സമൂഹങ്ങൾ ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രാഷ്ട്രം എന്ന് പറയുന്നത്. ഇതാണ് സൊസൈറ്റിയും അതേപോലെ തന്നെ സമൂഹവും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പൊ നമ്മൾ എക്സാമിന് എങ്ങനെ എഴുതണം? ചോദിക്കുകയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് സ്റ്റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഇതേപോലെ അതിന്റെ ഡെഫിനിഷൻ എഴുതാൻ പറ്റുമെങ്കിൽ ഇതേപോലെ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് എഴുതാം. ഇങ്ങനെ എഴുതുന്നതും കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ എഴുതുമ്പോ, അതായത് ഈ ഞാൻ കൊടുത്തേക്കുന്നത് പോലെ എഴുതുമ്പോൾ രണ്ട് സ്ഥലങ്ങളിലും അതിന്റെ മീനിങ്ങും കൂടെ നമ്മൾ ഫസ്റ്റ് ഇവിടെ എഴുതിയ മീനിങ് ഉണ്ടല്ലോ അതും കൂടെ എഴുതിയാൽ നന്നായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സ്റ്റേറ്റ്, എന്താണ് സൊസൈറ്റി തമ്മിലുള്ള ഡിഫറൻസ്. ഇത് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഒന്നാമത് വരുന്നത് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു കൂട്ടം സമൂഹങ്ങൾ ചേർന്ന് രൂപം കൊള്ളുന്നതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ് എന്തോന്നായിരിക്കും? ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരിക്കും. സ്റ്റേറ്റിന്റെ അകത്തായിരിക്കും എന്തൊക്കെ വരുന്നത്? പാർട്ടി, ഗവൺമെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റിനകത്ത് വരുന്നത് കൊണ്ടാണ് സ്റ്റേറ്റ് എന്തെന്ന് പറയുന്നത്? ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ സൊസൈറ്റിയുടെ ഭാഗം നോക്കി. സൊസൈറ്റി ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. സൊസൈറ്റി എന്താണ്? ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. കാരണം സൊസൈറ്റിക്കകത്ത് എന്തൊക്കെയായിരിക്കും നമ്മുടെ സൊസൈറ്റിക്കകത്ത് വരുന്നത്? പറഞ്ഞേ കേൾക്കട്ടെ. സൊസൈറ്റിക്കകത്ത് വരുന്നത് അതായത് സമൂഹത്തിൻ്റെതായിട്ടുള്ള ട്രഡീഷൻസ്, സമൂഹത്തിൻ്റെതായിട്ടുള്ള കൾച്ചർ, അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും ഇവിടെ വരുന്നത്, നമ്മുടെ സൊസൈറ്റിക്കകത്ത് വരുന്നത്. സ്റ്റേറ്റിലായിരിക്കും ലോ മേക്കിങ്ങും പവർ മേക്കിങ്ങും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നത് സ്റ്റേറ്റിലായിരിക്കും. എന്നാൽ സൊസൈറ്റിക്കകത്ത് എന്താ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വരുന്നില്ല. സൊസൈറ്റി ഉണ്ടായാൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? സ്റ്റേറ്റ് ഉണ്ടാകത്തുള്ളൂ. അതാണ് പറഞ്ഞേക്കുന്നത്. ഒറിജിൻ ബിഫോർ സ്റ്റേറ്റ്, സ്റ്റേറ്റിന് മുമ്പ് രൂപം കൊള്ളുന്നതാണ് സൊസൈറ്റി. അതേപോലെ തന്നെ എന്താണ്? സൊസൈറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? സ്റ്റേറ്റ് രൂപം കൊള്ളത്തുള്ളൂ. ഇതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയത് എന്താണ് സൊസൈറ്റി, എന്താണ് സ്റ്റേറ്റ് എന്നാണ് നമ്മൾ നോക്കിയത്. സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭൂപ്രദേശത്ത് പൊതുവായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങൾ പങ്കിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നിരവധി സമൂഹങ്ങൾ ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രാഷ്ട്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് നമ്മൾ നോക്കി. ഒന്നാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്.
പവേഴ്സും ലോ മേക്കിങ്ങും എല്ലാം നടക്കുന്ന സ്റ്റേറ്റിലാണ്. ഈ സൊസൈറ്റിയിൽ എന്താ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ അടുത്ത് സ്റ്റേറ്റിലായിരിക്കും എന്താ, സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റേറ്റ് ഉള്ളൂ. മനസ്സിലായോ? സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്തോന്നാണ്, സൊസൈറ്റി ഉണ്ടായി കഴിഞ്ഞിട്ട് മാത്രം ഉണ്ടാകുന്ന ഒന്നാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള ബാക്കി കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ. ഒന്നാമത് അസോസിയേഷൻ. അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ് നമുക്കറിയാം. നമുക്ക് കുറെ അസോസിയേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ടീച്ചേഴ്സിന്റെ അസോസിയേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ട്രേഡ് യൂണിയൻസ് ഉണ്ട്, അങ്ങനെയുള്ള കുറെ അസോസിയേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്ന് രൂപീകരിക്കുന്ന ഒന്നാണ് അസോസിയേഷൻ. എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു പർപ്പസ് കാണും ഒരു അസോസിയേഷൻ രൂപീകരിക്കാനായിട്ട്. ഇതിനെയാണ് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം അസോസിയേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നിട്ട് രൂപം കൊള്ളുന്ന ഒന്നാണ് അസോസിയേഷൻ. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു റൂളിംഗ് അതോറിറ്റിയാണ്. അതായത് നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഭരണ സംവിധാനമാണ് ഗവൺമെന്റ്. അതായത് ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഭരണ സംവിധാനമാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. എന്തിനാണ് ഗവൺമെന്റ് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ, നമ്മുടെ എക്കോണമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ റെഗുലേറ്റ് ചെയ്യാൻ, അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കിയത്, ഗവൺമെന്റ് ഉണ്ടാക്കിയത്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് ഗവൺമെന്റിൽ വരുന്നത്. ഓക്കെ, ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് നമ്മുടെ ഗവൺമെന്റ് എന്ത് ഗവൺമെന്റ് ആണ്, ജനാധിപത്യത്തിലുള്ള ഗവൺമെന്റ് ആണ്. എന്താണ് ജനാധിപത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ ജനപ്രതിനിധികളെ നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെ. വേറെ രാജ്യങ്ങളെ പോലെയല്ല, നമുക്ക് നമ്മുടെ ഭരണാധികാരികളെ നമുക്ക് തന്നെ എന്താണ് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് നേഷൻ എന്നൊരു കോൺസെപ്റ്റ് ആണ്. നേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ദേശം. അപ്പൊ നമുക്ക് ആ ദേശത്തിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് കഴിഞ്ഞിടങ്ങി അതിൽ പിടിച്ച് നിൽക്കരുത്. ഗവൺമെന്റ് എന്ന് വെച്ചാൽ നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നമ്മളെ നന്നായിട്ട് ഭരിക്കുന്ന ആ ഒരു ഭരണ സംവിധാനത്തെയാണ് നമ്മൾ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് നാഷൻ. എന്താണ് ദേശം? ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദേശം ആവണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണുള്ളത്? ഒന്ന് ജനങ്ങൾ വേണം, രണ്ട് ഭൂപ്രദേശം വേണം, മൂന്ന് ഭരണകൂടം വേണം. എന്നിങ്ങനെയുള്ള മൂന്ന് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു പ്രദേശത്തെ നമ്മൾ ദേശം എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ജനങ്ങൾ വേണം, ഭൂപ്രദേശം വേണം, ഭരണകൂടം വേണം. എന്നീ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് എന്ത് എന്ന് പറയാൻ പറ്റത്തുള്ളൂ, ഒരു ദേശം എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ദേശത്തിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ്. ദേശത്തിന് എന്തില്ല, പരമാധികാരം എന്ന് പറഞ്ഞ സംഭവം ദേശത്തിന് ഇല്ല. എന്നാൽ സ്റ്റേറ്റിന് എന്തുണ്ട്, പരമാധികാരം ഉണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് നോക്കിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വേണ്ടതെന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റേറ്റ്, സ്റ്റേറ്റ് എന്താണ്, എന്താണ് ഗവൺമെന്റ്, എന്താണ് അസോസിയേഷൻസ്, എന്താണ് സൊസൈറ്റി, എന്താണ് നേഷൻ. ഈ 5 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഈ 5 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ ഇതിന്റെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്രത്യേക ഭൂവിഭാഗത്തില് പൊതുവായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങൾ പങ്കിട്ട് ജീവിക്കുന്ന വിഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സമൂഹം എന്ന് പറയുന്നത്. കുറേ സമൂഹങ്ങൾ ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, രാഷ്ട്രം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കി അസോസിയേഷൻ. എന്താണ് അസോസിയേഷൻ? ഒരു പൊതുവായിട്ടുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് രൂപം കൊള്ളുന്ന ഒന്നിനെയാണ് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഈ ഉദ്ദേശം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അസോസിയേഷൻ പിരിച്ചുവിടാനായിട്ട് പറ്റും. എന്നാൽ അസോസിയേഷനും രാഷ്ട്രവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രാഷ്ട്രത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിരിച്ചുവിടാനേ പറ്റത്തില്ല. അടുത്ത് നമ്മൾ നോക്കിയ വേറൊരു കാര്യമാണ് എന്താണ് ഗവൺമെന്റ് എന്നുള്ളത്. ഗവൺമെന്റ് എന്താണ്, നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഭരണ സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഈ ഗവൺമെന്റ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പിന്നെ നമ്മൾ നോക്കിയ കാര്യം എന്തോന്നാണ്, നാഷൻ. നാഷൻ എന്ന് പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രദേശത്തെ നാഷൻ എന്ന് പറയാനായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത് അവിടെ ഭൂപ്രദേശം ഉണ്ടായിരിക്കണം, രണ്ടാമത് ജനങ്ങൾ ഉണ്ടായിരിക്കണം, പിന്നെന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയസ് നമ്മൾ പറയുന്നുണ്ട്. ഈ ക്രൈറ്റീരിയ മുഴുവനും ഉണ്ടെങ്കിൽ ഒരു പ്രദേശത്തെ നമ്മൾ നാഷൻ എന്ന് പറയാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഓർത്തോ, നാഷൻ എന്തില്ല, പരമാധികാരം ഇല്ല. നമ്മുടെ എന്താണ്, സ്റ്റേറ്റിന് മാത്രമേ എന്തുള്ളൂ, പരമാധികാരം ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് നോക്കാനായിട്ടുള്ളത്.
വീക്ക് എൻഡിങ്ങിൽ ഈ നമ്മളൊരു 5 ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഈ 5 ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീക്ക് എൻഡിങ്ങിൽ ഉണ്ടായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു നോട്ട് കൊണ്ട് മാത്രം നിങ്ങൾ ഇരിക്കാതെ നിങ്ങളുടെ ഗൈഡ് നന്നായിട്ട് വായിക്കുക. ഇത് എന്നെക്കാട്ടിയും കൂടുതൽ നോട്ട് നിങ്ങളുടെ ഗൈഡിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഗൈഡ്